സുഹൃത്തുക്കൾ ഫോണിൽ വിളിച്ചതിനെ തുടർന്നാണ് കോട്ടയം കടപ്ലാമറ്റ സ്വദേശി ജയൻ ആ രാത്രിയിൽ അവിടെ എത്തിയത്. അവിടെ വെച്ച് ജയനും കൂട്ടുകാരും തമ്മിൽ എന്തോ വാക്കുതർക്കമുണ്ടായിട്ടുണ്ട്. ആ സമയം ബഹളം കേട്ടതായി സമീപത്ത് താമസിക്കുന്നവർ പറയുന്നു. പിന്നീട് അറിഞ്ഞത് ജയന്റെ മരണവാർത്തയാണ്. എന്തായിരിക്കും ആ രാത്രി അയാൾക്ക് സംഭവിച്ചത്? യുവാവിൻ്റെ മരണം കൊലപാതകമെന്ന സംശയവുമായി ബന്ധുക്കൾ രംഗത്തെത്തി. വാഹനം ഇടിച്ച നിലയിൽ സുഹൃത്തുക്കളാണ് ജയനെ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ എത്തിച്ചത്. വാക്കുതർക്കത്തിനിടെ യുവാവിനെ സുഹൃത്തുക്കൾ വാഹനമിടിപ്പിച്ച് കൊലപ്പെടുത്തിയെന്നാണ് കുടുംബത്തിൻ്റെ ആരോപണം. പത്താം തീയതി രാത്രിയുണ്ടായ സംഭവങ്ങളിലാണ് ദുരൂഹത ആരോപിച്ച് കടപ്ലാമറ്റം സ്വദേശി ജയന്റെ ബന്ധുക്കൾ രംഗത്ത് വന്നത്. പ്രകാരമാണ് ജയൻ പുറത്തേക്ക് പോയത്. 10 മിനിറ്റിനുള്ളിൽ എത്തുമെന്ന് അമ്മയെ അറിയിച്ചിരുന്നു. എന്നാൽ ജയന് അപകടമുണ്ടായെന്നും ഇതിനെ തുടർന്ന് മരിച്ചുവെന്നും സുഹൃത്തുക്കൾ കുടുംബത്തെ വിവരമറിയിക്കുകയായിരുന്നു. ജയന്റെ ഫോണിൽ സുഹൃത്തുക്കൾ മർദ്ദിക്കുന്ന ദൃശ്യങ്ങൾ ഉൾപ്പെടെയുണ്ടെന്ന് കുടുംബം ചൂണ്ടിക്കാണിക്കുന്നു. അജ്ഞാത വാഹനം ഇടിച്ചാണ് മരണം എന്ന സുഹൃത്തിന്റെ തന്നെ വാഹനം ഇടിച്ചാണ് അപകടം എന്ന് പോലീസ് നടത്തിയ അന്വേഷണത്തിൽ വ്യക്തമായി. കുടുംബത്തിന്റെ സംശയത്തിന്റെ കാരണം ഇതൊക്കെയാണ്. വണ്ടി ഇടിച്ചു എന്ന് പറഞ്ഞാണ് എന്നെ എൻ്റെ കൂട്ടുകാരൻ എന്നെ ഫോണിൽ പെടുത്തുകയാണ്. ഇത് കഴിഞ്ഞ് ഞാൻ എൻ്റെ അനിയനെ എടുത്തു കഴിഞ്ഞപ്പോൾ അവനും പറഞ്ഞു, ജയന് ഒരു ആക്സിഡന്റ് ഉണ്ടായിട്ടുണ്ട് ചേട്ടാ, എത്രയും പെട്ടെന്ന് നമുക്ക് പോകണം, ഞാനിട്ട് എങ്ങോട്ടാണ് പോകേണ്ടത്. അന്നേരം അവൻ പറഞ്ഞ് എനിക്ക് വായിക്കില്ല ചേട്ടാ, അവിടെ വെച്ചാണ് പോകുന്നത്. പിന്നെ രണ്ടാമത് എടുത്തു കഴിഞ്ഞപ്പോൾ അവൻ പറഞ്ഞത്, ചേട്ടാ ഇവനെ വയനായി വെച്ചാണ് ആക്സിഡന്റ് ആവുന്നത്. ലാസ്റ്റ് ഞങ്ങൾ പിന്നെ കൂട്ടുകാരെ വിളിച്ചു ഇവരാരും ഫോൺ എടുക്കുകയോ ഇതിനെ പ്രതികരിക്കുകയോ ഒന്നും ചെയ്തില്ല. സംഭവ സ്ഥലത്ത് വെച്ച് സുഹൃത്തുക്കൾ ജയനുമായി വാക്തർക്കമുണ്ടായതായി കുടുംബം ആരോപിക്കുന്നു. ജയന്റെ നിലവിളി കേട്ടതായി സമീപവാസികൾ പറഞ്ഞതായും കുടുംബം ചൂണ്ടിക്കാണിക്കുന്നു. സംഭവത്തിൽ ഉന്നതതല അന്വേഷണം ആവശ്യപ്പെട്ട് കോട്ടയം ജില്ലാ പോലീസ് മേധാവി ഷാഹുൽ ഹമീദിന് കുടുംബം പരാതി നൽകി. ജയന്റെ ശരീരത്തിലെ പാടുകളെക്കുറിച്ച് കുടുംബം അസ്വാഭാവികത സംശയിക്കുന്നുണ്ട്. ഇയാളുടെ പോസ്റ്റ്മോർട്ടം ഫലം ഇനിയും ലഭിച്ചിട്ടില്ല എന്നും കുടുംബം പറയുന്നു. പരാതി പാലാ ഡിവൈഎസ്പിക്ക് കൈമാറിയിട്ടുണ്ട്. ന്യൂസ് 18 കോട്ടയം.